ഹായ് ഹലോ, എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുത്ത ചിക്കൻ റോസ്റ്റ് ആണ്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. ഇതിൽ ആദ്യം തന്നെ ചിക്കനിലേക്ക് തിരുമ്മി പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കുകയാണ്. അതിലേക്ക് ആവശ്യമായിട്ട് 2 തണ്ട് റോസ്മേരി, 2-3 തണ്ട് സേജാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് നാരങ്ങ എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന ഇലകളും അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞും കൂടെ എടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തരിയാവുന്ന പരുവത്തിൽ പൊടിച്ചെടുക്കാം. ഇനി ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല, നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഈ പൊടികളെയെല്ലാം ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റുകയാണ്. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ 3/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനി ഈ പൊടികളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 ടീസ്പൂൺ മുതൽ 3 സ്പൂൺ വരെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിനെ നമ്മൾ ചിക്കനിലേക്ക് ഒന്ന് തിരുമിയെടുക്കുകയാണ്. ഇതിനായി എടുത്തിരിക്കുന്നത് 1.5 കിലോ വരുന്ന ചിക്കനെയാണ്. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇറ്റാലിയൻ ആരോമാറ്റിക് സോൾട്ട് ആയിട്ട് തന്നെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഒരു ടിന്ന് മേടിച്ച് ഇതുപോലെ തന്നെ ഒലിവ് ഓയിലിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചിക്കനിൽ തിരുമിയെടുത്താൽ മതി. ഉപ്പുപൊടി തരിതരിയായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ചിക്കനെ നന്നായിട്ട് ഉരസിയെടുക്കുക. ഇനി ഇതുപോലെ തന്നെ മറുവശവും തിരുമിയെടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതൊരു 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ മതി. അതിലേക്ക് ഒലിവ് ഓയിൽ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് തിരുമിയെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പരുവത്തിൽ നമ്മളിതിനെ ഒന്ന് തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന നാരങ്ങയാണ് എടുക്കുന്നത്. ഇനി ഈ നാരങ്ങയെ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കൂട്ട് ഒരൽപ്പം ചേർത്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ തന്നെ നാരങ്ങയിലേക്ക് ഈ മിക്സിനെ ഒന്ന് തിരുമിയെടുക്കാം. ഇനി ഈ ചിക്കൻ്റെ അകത്തേക്ക് ഒരു ഫില്ലിങ് പോലെ നമ്മളിപ്പോൾ തിരുമിയെടുത്ത നാരങ്ങനെ ഒന്ന് കയറ്റി വയ്ക്കുകയാണ്. കൂടെ തന്നെ ഇതിൻ്റെ അകവും ഇതേ മിക്സിൽ ഒന്ന് തിരുമിയെടുക്കാം. ഇപ്പം മിക്സ് മുഴുവനായി തന്നെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ചിക്കനെ ഒന്ന് ഇറക്കി വയ്ക്കാം. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം ഒലിവ് ഓയിലും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കിയ മിക്സിൽ ബാക്കിയുള്ള ഒലിവ് ഓയിൽ വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് എടുക്കാമെങ്കിൽ ചിക്കനിലേക്ക് നോർമൽ ഒലിവ് ഓയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഈ ചിക്കനെ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം. ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ആദ്യം 15 മിനിറ്റാണ് വെക്കുന്നത്. ഇനി ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഇതുപോലെ തന്നെ അലുമിനിയം ഫോയിൽ ഒന്ന് മാറ്റി ഈ ചിക്കനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു 3 തവണയെങ്കിലും ഏകദേശം ഒരു 45 മിനിറ്റെങ്കിലും നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് അലുമിനിയം ഫോയിലിനെ എടുത്തു മാറ്റാം. ചിക്കൻ ഏകദേശം ഒരു 3/4 വേവിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ചിക്കനിലേക്ക് നല്ലൊരു കളർ കിട്ടാനും ആ റോസ്റ്റിൻ്റെ ഫൈനൽ പരുവത്തിലേക്ക് ആക്കി എടുക്കാനായിട്ട് നമുക്കൊന്ന് ഗ്രില്ലിലേക്കും കൂടെ മാറ്റാം. അപ്പോൾ അങ്ങനെ കറക്റ്റ് 1.25 മണിക്കൂർ കൊണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് നല്ല കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം പൊട്ടറ്റോ ഫ്രൈയും കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരുമിച്ച് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇനി ഈ ചിക്കൻ റോസ്റ്റിന് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് വരുത്താനായിട്ട് നമ്മൾ ആ റോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓയിൽ കൂട്ട് ഒരു 1-2 ടീസ്പൂണ് ഒന്നിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.